അതേ കർഷകരെ, നിങ്ങൾ ഇഞ്ചിക്ക് NPK കൊടുക്കുന്നുണ്ട്, കമ്പോസ്റ്റും കൊടുക്കുന്നുണ്ട്, ജലസ്രോതസ്സും നല്ലതുപോലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കിഴങ്ങ് ചെറുതായി തന്നെ നിൽക്കുന്നു, ഇലകൾ ചുരുളുന്നു. ഇത് നിങ്ങളുടെ തോട്ടത്തിലും സംഭവിക്കുന്നുണ്ടോ? ഇതിന്റെ കാരണം NPK അല്ല, സിങ്കിന്റെയും ബോറോണിന്റെയും കുറവാണ് ഇതിന്റെ കാരണം. അതെ, ഈ രണ്ട് മൂലകങ്ങൾ, അതെ, ഒരു ഏക്കറിലെ 30 മുതൽ 50% വരെ വിളവ് ഇവകൾ നിർണ്ണയിക്കും. അതേ കർഷകരെ, കാത്യായനി മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഇഞ്ചി കൃഷിയിൽ NPK എത്ര ഫലപ്രദമാണോ അതുപോലെ തന്നെയാണ് ബോറോണും. സിങ്ക് ഇല്ലാതെ ക്ലോറോഫിന്റെ ഉൽപാദനം നടക്കില്ല. സിങ്ക് കുറയുന്നത് മൂലം ഫോട്ടോസിന്തസിസും കുറയും, അതിനാൽ കിഴങ്ങിന്റെ വണ്ണവും കുറയും. ഇനി അടുത്തത് ബോറോണിന്റെ കാര്യം. അതായത് ബോറോണിന്റെ കുറവ് മൂലം ഇഞ്ചിയിലെ പുതിയ ഇലകളുടെ അറ്റം വെളുത്ത ചുരുളും. ഇതുകൊണ്ട് തെറ്റുധരിച്ച് കുറെ കർഷകർ ഇത് ഫംഗസ് മൂലമാണ് വരുന്നതെന്ന് വിചാരിച്ച് ഫംഗിസൈഡ് ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് ബോറോണിന്റെ കുറവ് മൂലമാണ്. ബോറോൺ എങ്ങനെയാണ് കിഴങ്ങിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. അതായത് ബോറോൺ കിഴങ്ങിന്റെ സെൽ വാൾ ഫോർമേഷനെ സഹായിക്കുന്നു. അതായത് ബോറോൺ ഇല്ലാതെ കിഴങ്ങിന് ഒരിക്കലും ശരിയായ വലുപ്പത്തിൽ വളരാൻ പറ്റില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കേരളത്തിലെ മണ്ണിലധികവും റെഡ് ഓർ ലാറ്ററൈറ്റ് മണ്ണാണുള്ളത്. അതായത് സിങ്ക് എത്ര കൊടുത്താലും ഇവകൾ ചെടിക്ക് ലഭിക്കുന്നില്ല. സിങ്ക് ഒരു ലോഗ് ഫോം ആയി തന്നെ കിടക്കുന്നു. അതിനാൽ നിങ്ങൾ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുന്ന സമയത്ത് EDTA അല്ലെങ്കിൽ ചില്ലേറ്റഡ് ഫോമിൽ കൊടുക്കുന്നതാണ് ഫലപ്രദം. അതായത് ചില്ലേറ്റഡ് ഓർ EDTA ഫോമിൽ കൊടുക്കുന്ന സമയത്ത് അത് ചെടികൾക്ക് വേഗം വലിച്ചെടുക്കാൻ സാധിക്കും. അതെ, ഈ സത്യം ആരും തന്നെ പറയില്ല, പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കാത്യായനി സിങ്ക് EDTA. ഇതിലുണ്ട് കാത്യായനി സിങ്ക് EDTA 12%. ഇത് നിങ്ങൾക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. അതായത് 500 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇഞ്ചിച്ചെടി വളർന്ന് 30 to 45 ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതായത് കിഴങ്ങ് വളർന്നു വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തതായി കാത്യായനി ബോറോൺ EDTA. ഇതിലുണ്ട് 20% ബോറോൺ EDTA. ഇത് നിങ്ങൾക്ക് 500 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ എന്ന ഡോസിൽ ഉപയോഗിക്കാം. അതായത് ഇഞ്ചിച്ചെടി വളർന്ന് 60 ദിവസമാകുമ്പോൾ ആദ്യം സ്പ്രേ ചെയ്യും. രണ്ടാമതായി 15 ദിവസം കഴിഞ്ഞ് സ്പ്രേ ചെയ്യും. ഇതിനാൽ നിങ്ങളുടെ ഇഞ്ചിയിൽ കിഴങ്ങിന്റെ സൈസും അതുപോലെ തന്നെ ശാഖകളുടെ എണ്ണവും കൂടും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സിങ്കും ബോറോണും ഉപയോഗിക്കുന്ന സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. സിങ്ക് ഉപയോഗിച്ചു കഴിഞ്ഞ് 5 ദിവസത്തിന് ശേഷം നിങ്ങൾ ബോറോൺ ഉപയോഗിക്കും. നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എപ്പോഴും രാവിലെ 7 മണിക്ക് മുമ്പേ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യുക. അതായത് നിങ്ങൾ ഇലയുടെ ഇരുവശവും നനയ്ക്കുക. കീഴ്ഭാഗം ഏറ്റവും പ്രധാനം. അതായത് ഒരു ഇഞ്ചിയുടെ കിഴങ്ങ് കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ തൂക്കം, ആ ഒരു തൃപ്തി, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങളുടെ എല്ലാതര സംശയത്തിനും ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഫലപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള ഫലപ്രദമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.